ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആഗ്രഹങ്ങൾ അങ്ങനെ മാറ്റി വയ്ക്കാൻ പാടില്ല എന്നല്ലേ. അപ്പോൾ ഞാനങ്ങോട്ട് തുടങ്ങുക. എൻ്റെ ചേട്ടൻ എന്നെ ചീത്ത പറഞ്ഞു, പിന്നെ യൂട്യൂബ് ചാനലല്ലേ നിനക്കെന്ത് പറ്റിയത്. ഞാൻ പറഞ്ഞു ഞാനും തുടങ്ങി നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അങ്ങനെ എന്താ പറയുക, നമ്മളെല്ലാവരും സാധാരണ സമയം കളയാനായിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയാണല്ലോ സമയം കളയാറ്. അതാണ് എൻ്റെ ചേട്ടനും കൊച്ചുമാണത്. ഞങ്ങളിപ്പോൾ മാൽദ്വീപ്സിലാണ്. ഞാൻ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് മാൽദ്വീപ്സിൽ വന്നതാണ്. ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയത് എൻ്റെ ഒരു യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈവനിങ്ങിൽ അത് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കൊടുത്തയച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ കൊടുത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ എന്താ പെട്ടെന്നാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഈ രാത്രി എന്താ വീഡിയോ എടുക്കണമെന്ന് എല്ലാവരും വിചാരിക്കും അല്ലേ. എന്താ പറയുക, ഇപ്പം നടക്കണതിൻ്റെ ഇടയിൽ ഞാൻ പറയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുക ചേട്ടാന്ന്. പിന്നെ കളിയാക്കി ചേട്ടൻ. എന്നാൽ പിന്നെ തുടങ്ങി കാണിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് പോണ വഴി ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ പരിപാടികളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാനൊന്ന് ശ്രമിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയനും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങോട്ട് മാൽദ്വീപ്സിൽ വന്നപ്പോൾ ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചേച്ചി, അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ, മാൽദ്വീപ്സ് എല്ലാവർക്കും അറിയാലോ, ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് എല്ലാവരുടെയും. ട്രിപ്പും ടൂറും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ എപ്പോഴും കാണാണല്ലോ, സെലിബ്രിറ്റികളൊക്കെ മാൽദ്വീപ്സിൽ ഹണിമൂൺ ട്രിപ്പൊക്കെ വരുന്നതും പോണതൊക്കെ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇത്ര നല്ല ടൂറിസ്റ്റ് ഏരിയയിൽ വന്നിട്ട് ഒരു വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പറയുക. എനിക്ക് പിന്നെ ഇതിൻ്റെ വശങ്ങളൊന്നും കറക്റ്റ് അറിയില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ മാലിയുടെ എന്താ പറയുക, ഞങ്ങളിപ്പോൾ മാൽദ്വീപ്സിലെ വില്ലിംഗ്ലി എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡിലാണുള്ളത്. പ്രോപ്പർ മാലി സിറ്റിയിലാണ് എൻ്റെ ഹോസ്പിറ്റലുള്ളത്. അവിടെ നിന്ന് കുറച്ച് ഒരു 15 മിനിറ്റ് ബോട്ടിംഗ് സർവീസിൽ, ഫെറി എന്നാണ് പറയുക ഇവിടുത്തെ ബോട്ടിംഗ് സർവീസിനെ, അതിൽ വരാനുള്ളത് ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഇച്ചിരി കൂടി ഒരു കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻ്റൊക്കെ ആണ് കേട്ടോ. ഉണ്ണിയുള്ളതുകൊണ്ട് അവൾക്ക് എന്താ പറയുക, കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. തിരക്കില്ലാത്തൊരു ഏരിയയാണ്, അധികം ട്രാഫിക്കോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറങ്ങി നടക്കാം കേട്ടോ. അതാണ് മാലിയുടെ ഒരു പ്രത്യേകത. എന്താ പറയുക, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വരുന്നത് ഒരു 1:45 ആവും, ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ. ഫുൾ ലൈറ്റും എല്ലാം നല്ല, എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ വരാം. അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ചെറിയ പോക്കറ്റ് റോഡുകളാണ്, മറ്റേ എന്താ പറയുക, ഇങ്ങനെ കട്ട വിരിച്ചിട്ട് അങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. ഫുള്ള് ബിൽഡിങ്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പോക്കറ്റ് റോഡുകളാണ്. ഫുള്ളിങ്ങനെ ഒരു കുറച്ച് സ്ഥലത്ത് കുറച്ച് ബിൽഡിങ്, അതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ റോഡുകൾ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ എത്താറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ എല്ലാ ബിൽഡിങ്ങിൻ്റെ, മിക്ക ബിൽഡിങ്ങിൻ്റെ താഴത്ത് ഫ്ലോറ് എന്താ പറയുക, ഷോപ്പുകളായിരിക്കും. അതിൻ്റെ മുകളിലൊക്കെയുള്ള ഇതിൽ അപ്പാർട്ട്മെൻറ്റുകളായിട്ട് അങ്ങനെയാണ് ഇവിടെ മിക്കതും ഉള്ളത്. പിന്നെന്താ, പൊല്യൂഷൻ ഇല്ല കേട്ടോ. എല്ലാ വണ്ടികളും ഇലക്ട്രിക് വണ്ടികളായതുകൊണ്ട് പൊല്യൂഷൻ തീരെ ഇല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, ടൂറിസ്റ്റ് ഏരിയയിൽ നിന്ന് മാറി എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ബാക്കി ഐലൻഡിലെ കാര്യങ്ങൾ, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ പോകെ വീഡിയോസിൽ കാര്യങ്ങളൊക്കെ പറയാം. ഇതിപ്പോൾ എന്തായാലും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അവിടെ ഞങ്ങൾക്കൊരു ബ്ലോക്ക് കിട്ടിയിട്ടാ. അവിടെയാണ് ഞങ്ങളുടെ ഷോപ്പ്. അവിടെ ഒരു ബ്ലോക്കാണ്, അവിടെ എന്തോ റോഡ് പണി നടക്കുക. അപ്പോൾ പോകെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ സപ്പോർട്ട് ചെയ്യണോണ്ടാ. എങ്ങനെയാണെന്നൊന്നും അറിയില്ല വീഡിയോ എടുക്കാനൊന്നേ. ഞാൻ എൻ്റെ എന്താ പറയുക, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്തതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പറയുക, റെഡിയാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്. ശരി കേട്ടോ എന്നാൽ.